തങ്ങളെ സ്വപ്നം കാണുന്ന മഹാനാണ്. എല്ലാ ദിവസവും മുത്തുനബി തങ്ങളെ സ്വപ്നം കാണും. ഒരു ദിവസം തന്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അങ്ങനെ വിട പറഞ്ഞു. അന്ന് രാത്രിയതാ ആ മനുഷ്യനെ ബഹുമാനപ്പെട്ട ശിബിലി തങ്ങൾ സ്വപ്നം കണ്ടു. ആ മനുഷ്യനോട് ചോദിച്ചു, അല്ല, എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്റെ അയൽവാസിയല്ലേ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ആ അയൽവാസിയായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരുപാട് വലിയ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തു. അതായത് ഒരുപാട് വലിയ വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്റെ മുന്നിൽ വന്നു. ഞാൻ വളരെ പേടിച്ചുപോയി. കാരണം എന്നോട് പല ചോദ്യങ്ങളും വന്നു. വലിയ വലിയ ചോദ്യങ്ങൾ വന്നപ്പോ എനിക്കതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. വലിയ പ്രയാസം ഞാൻ നേരിടേണ്ടി വന്നു. അപ്പോഴിങ്ങനെ ഞാൻ ചിന്തിച്ചു, ഞാൻ എല്ലാ ദിവസവും ഒരുപാട് നിസ്കരിക്കുന്ന ആളാണല്ലോ, ഈമാനിലായിട്ടാണല്ലോ ഞാൻ മരണപ്പെട്ടു പോയത്. എന്നിട്ട് എനിക്ക് എന്തേ ഇത്ര വലിയൊരു പ്രയാസം വന്നത്? ഇത് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രയാസത്തോടുകൂടെ രണ്ട് മലക്കുകളെ ചോദ്യത്തിന് മുന്നിൽ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രണ്ട് മലക്കുകൾക്കും എന്റെയും ഇടയിൽ അതാ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു. വല്ലാത്ത സുഗന്ധമുണ്ട്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ വരുന്നു. ആ ചെറുപ്പക്കാരൻ ആ മലക്കുകളോട് പറയാനുള്ള മറുപടികൾ മുഴുവനും എനിക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തന്നപ്പോ ആ മലക്കുകൾക്കുള്ള മറുപടി മുഴുവനും ഞാൻ പറഞ്ഞു. മലക്കുകൾ എന്നെ ആശീർവദിച്ചതിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോ ആ ചെറുപ്പക്കാരനോട്, സുന്ദരനായ ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, മൻ അന്ത യർഹമുക്കല്ലാഹ്, മൻ അന്ത, നിങ്ങളാരാണ്? എന്നെ ഇത്രയും വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷിച്ച നിങ്ങളാരാണ്? യർഹമുക്കല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്നെ ഈ നരകത്തിലേക്ക് പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ, നിങ്ങളാരാണ്? അപ്പൊ പറഞ്ഞു, അന ശഖ്സുൻ, ഞാനൊരു മനുഷ്യനാണ്. എന്താണ് എന്റെ പ്രത്യേകത? നിങ്ങൾ എല്ലാ ദിവസവും മുത്തുനബിയോട് വല്ലാതെ സ്വലാത്ത് ചൊല്ലാറുണ്ടല്ലോ, മുത്തുനബിക്ക് വല്ലാതെ സ്വലാത്ത് അധികരിപ്പിക്കുന്ന മനുഷ്യനാണല്ലോ. ആ സ്വലാത്തിൽ നിന്ന് എന്നെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ഞാൻ, എന്റെ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, ആ മനുഷ്യൻ പറയുകയാണ്, ഇങ്ങനെ ഓരോ ദിവസവും മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരെ ആഖിറത്തിലും ഖബറിലും ഞാൻ വെറുതെയാക്കൂല, ഞാൻ അവരെ രക്ഷപ്പെടുത്തി കളയുമെന്ന് ആ സ്വലാത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം മുത്തുനബി തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. അവിടുത്തെ സ്നേഹിക്കലാണ്, അവിടുത്തെ അനുധാവനം ചെയ്യലാണ്. അവിടുന്ന് എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതേ രൂപത്തിലുള്ള ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.